മറ്റൊരു വാർത്തയിലേക്ക് പോയാൽ സ്കൂൾ പാഠപുസ്തക വിതരണം നേരത്തെയാക്കിയതിനെ പരിഹസിച്ചു വെട്ടിലായി രമേശ് ചെന്നിത്തല. 9ാം ക്ലാസ് കുട്ടി ജയിച്ചോ എന്നറിയാതെ പുതിയ പുസ്തകം കൊടുത്തിട്ട് എന്ത് കാര്യമെന്നാണ് ചെന്നിത്തല ചോദിച്ചത്. പാഠപുസ്തകം നേരത്തെ നൽകുന്നത് വലിയ കാര്യമല്ലെന്നും എഴുത്തോലയിൽ എഴുതി പഠിച്ച കാലമുണ്ടായിട്ടുണ്ടെന്നും ചെന്നിത്തല പറഞ്ഞു. ക്ലാസ്സിലേക്ക് ജയിച്ചോ ഇല്ലയോ എന്നറിയാതെയാണ് പാഠപുസ്തകം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. 8ാം ക്ലാസ്സിലെ വിദ്യാർത്ഥി 9ാം ക്ലാസ്സിലേക്ക് ജയിച്ചെന്ന് പറഞ്ഞാൽ തീരുമാനിച്ചിട്ടില്ലല്ലോ. അതെങ്ങനെയാണ് തീരുമാനിക്കുന്നത്? ശിവൻകുട്ടിയാണോ തീരുമാനിക്കുന്നത്? പരീക്ഷ പേപ്പർ നോക്കണ്ടേ അവരെ? 10ലെ കുട്ടി ജയിച്ചല്ല 11 പോകാൻ പറ്റുമോ? അവർക്ക് 10ലെ പുസ്തകം കൊടുത്തിട്ട് കാര്യമുണ്ടോ? എന്തെല്ലാം തുക്കളക്ക് പരിഷ്കാരങ്ങൾ ഇനി മനസ്സിലാവുന്നില്ല. ആളുകളെ ബോധ്യപ്പെടുത്താണ് ഞങ്ങൾ പുസ്തകം നേരത്തെ അടിച്ചെന്ന്. അതെന്തോ വലിയ ഭരണ നേട്ടമാണോ? കേരളത്തിൽ നേരത്തെ പുസ്തകം കൊടുത്തിട്ടില്ലേ? ആദ്യമായിട്ടാണ് പുസ്തകം കൊടുക്കുക. പണ്ടൊക്കെ എഴുത്തോലയിലായിരുന്നു കുട്ടികൾ പഠിച്ചുകൊണ്ടിരുന്നത്. ഒന്നും അല്ലല്ലോ. ചെന്നിത്തലയുടേത് നാടിന് പരിഹാസ്യമായ പ്രസ്താവനയെന്ന് മുഖ്യമന്ത്രി മറുപടി നൽകി. പണ്ട് എഴുത്തോലയിൽ എഴുതി പഠിച്ചതുകൊണ്ട് ഇന്ന് എഴുത്തോലയിലേക്ക് പോകണോ എന്നും പിണറായിയുടെ ചോദ്യം. മുൻപുള്ള കാലത്ത് അന്നത്തെ സർക്കാർ ഉന്നതമായ സ്ഥാനം വഹിച്ചയാളാണ്. അദ്ദേഹം ഈ പുസ്തകം വിതരണം ചെയ്യുന്നതിനെ പരിഹസിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയാണ്, പണ്ട് എഴുത്തോലയിലാണ് എഴുതി പഠിച്ചിരുന്നത്. എന്താണ് അതിനൊക്കെ പറയുക? എഴുത്തോലയിൽ എഴുതി പഠിച്ചതുകൊണ്ട് ഇന്ന് എഴുത്തോലയിലേക്ക് പോകണമെന്നാരെങ്കിലും പറയുമോ? ആ എഴുത്തോലയിൽ എഴുതി പഠിക്കുന്ന കാലത്ത് അക്ഷരം നിഷിദ്ധമായിരുന്ന ഒട്ടേറെ ആളുകൾ ഈ കേരളത്തിലുണ്ടായിരുന്നു. അവിടുന്നെല്ലാം നാട് മാറി. ആ കഥയിലേക്കൊന്നും ഞാനിപ്പോൾ പോകുന്നില്ല എന്ന് മാത്രം. അവിടുന്നെല്ലാം നമ്മുടെ നാട് മാറിയല്ലോ, മാറ്റിയല്ലോ. ഇന്നെല്ലാ കുട്ടികളും സ്കൂളിൽ പോകുകയാണല്ലോ. പഴയ കാലം അതായിരുന്നില്ലല്ലോ. നമ്മുടെ തൊട്ട് മുൻപുള്ള 10 വർഷം മുൻപുള്ള കിടുകാര്യസ്ഥതക്ക് നേതൃത്വം കൊടുത്ത ഉത്തരവാദിയായ മനുഷ്യൻ പറയാണ്, പാഠപുസ്തകങ്ങൾ വിതരണം ചെയ്യുന്നതിൽ കാര്യമൊന്നുമില്ലായിരുന്നു. അത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പ്രധാനമാണ്, കുടുംബങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രധാനമാണ്. ഫോട്ടോസ്റ്റാറ്റ് എടുത്തു പഠിച്ച ഒരു കാലമുണ്ടെന്ന് ചെന്നിത്തലയെ ഓർമ്മിപ്പിച്ച് മന്ത്രി വി ശിവൻകുട്ടി രംഗത്തെത്തി. പാഠപുസ്തകം നേരത്തെ എത്തിക്കുന്നത് ഒരു കുറ്റമാണോ എന്നും ശിവൻകുട്ടി ചോദിച്ചു. പരീക്ഷയ്ക്ക് പുസ്തകം കിട്ടാത്തതുകൊണ്ട് പാഠപുസ്തകത്തിൻ്റെ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് പഠിച്ച ഒരു കാലഘട്ടം കേരളത്തിലുണ്ടായിരുന്നു എന്നുള്ള കാര്യം നാം ഓർത്തിരിക്കണം. 2016 മുമ്പുള്ള ഒരു കാലഘട്ടത്തെ പറ്റിയാണ് ഞാനിവിടെ സൂചിപ്പിച്ചത്. സർക്കാർ വിദ്യാലയങ്ങളെ ലോക നിലവാരത്തിലേക്ക് ഉയർത്തുമ്പോൾ അതിനെ തുഗ്ലക്ക് പരിഷ്കാരം എന്ന് വിളിക്കുവാൻ ഒരു നേതാവ് ഇന്നിപ്പോൾ തയ്യാറായിരിക്കുന്നു എന്നുള്ളത് ഞാൻ നമ്മുടെ കുട്ടികളെ അറിയിക്കുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. പാഠപുസ്തകങ്ങൾ നേരത്തെ എത്തിക്കുന്നത് കുറ്റമാണോ? കുറ്റമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് തന്നെ കുട്ടികളുടെ കയ്യിൽ പുസ്തകവും യൂണിഫോം എത്തിക്കുന്നത് ഭരണപരമായ മികവാണ്. അല്ലാതെ പഴയ കാലഘട്ടത്തെ പോലെ ഓണം കഴിഞ്ഞിട്ടും പുസ്തകത്തിനായി കുട്ടികളെ തെരുവിൽ കാത്തു നിൽക്കുന്ന അനുഭവം ഉണ്ടാകാതിരിക്കുന്നത് നിങ്ങളൊന്ന് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. UDF സർക്കാരിന്റെ കാലത്ത് 1 വർഷം മാത്രമാണ് പുസ്തക വിതരണം വൈകിയതെന്നും അന്ന് താൻ തന്നെ അതിനെ വിമർശിച്ചെന്നും VD സതീശനും പറഞ്ഞു. അതൊക്കെ പ്രചരണത്തിന് വേണ്ടി പറയുന്ന കാര്യങ്ങളാണ്. ഒരു പ്രാവശ്യം വൈകി. ഞാനന്ന് UDF MLA ആയിരുന്നപ്പോൾ അതിനെ വിമർശിച്ച ആളാണ്. ഒരു പ്രാവശ്യം വൈകി. സാങ്കേതിക പ്രശ്നങ്ങൾ കൊണ്ടാണ് വൈകിയത്. ഇതിനു മുമ്പും അതിനു മുമ്പ് LDF ഭരിച്ച കാലത്തൊക്കെ വൈകിയിട്ടുണ്ട്. സമയത്ത് പുസ്തകം കൊടുക്കുന്നത് നല്ല കാര്യം. VS അനുവാണ് വിവരങ്ങളുമായി ചേരുന്നത്. VS അനു, കഴിഞ്ഞ 10 വർഷമായി കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയ്ക്കും ഇവിടുത്തെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിൻ്റെ ക്വാളിറ്റിയിലുമൊക്കെ ഉണ്ടാകുന്ന മാറ്റവും നല്ല കാര്യങ്ങളുമൊക്കെ ഇവിടെയുള്ള ജനങ്ങൾക്കൊക്കെ വ്യക്തമാണ്. കാരണം നമ്മളടക്കമുള്ള മാധ്യമങ്ങൾ ഇതൊക്കെ സംരക്ഷണം ചെയ്യുന്നുമുണ്ട്. എന്തായാലും അതിനൊക്കെ എഴുത്തോല, തുഗ്ലക്ക് പരിഷ്കാരം എന്നൊക്കെ പറയുന്നതിന് മുഖ്യമന്ത്രി പറഞ്ഞ പോലെ എന്തു പറയാനാണ് എന്നല്ലേ പറയാൻ പറ്റുള്ളൂ.
ശ്യാമിലി, നമ്മുടെ കേരളത്തിൻ്റെ ഒരു വിദ്യാഭ്യാസ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സർക്കാർ അല്ലെങ്കിൽ ഇപ്പോൾ CPM-ൻ്റെ അല്ലെങ്കിൽ സർക്കാർ വൃത്തങ്ങൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എപ്പോഴും പറയുമ്പോൾ അവർ പറയുന്ന കാര്യമാണ് ഈ കാലമായിട്ട് പോലും പാഠപുസ്തകങ്ങൾ കൊടുക്കാൻ കഴിയാത്ത സ്ഥിതിയും അധ്യാപകർ ഈ ഫോട്ടോസ്റ്റാറ്റ് എടുത്തുകൊണ്ട് ഈ തെരുവിൽ ഈ കുട്ടികളുമായിട്ട് ഈ പിടിവലി നടത്തുന്ന ദൃശ്യങ്ങളടക്കം നമുക്ക് ആ കാലത്ത് ഓർത്തെടുക്കാൻ വേണ്ടി കഴിയും. അപ്പോൾ അങ്ങനെയല്ല. ഇത് നോക്കൂ, ഇവിടെ 3-4 മാസം മുമ്പ് കുട്ടികളുടെ കയ്യിലേക്ക് അവരുടെ അടുത്ത അധ്യയന വർഷത്തെ പാഠപുസ്തകങ്ങൾ എത്തുകയാണ്. അതിനെ ഇന്ന് മുൻ പ്രതിപക്ഷ നേതാവായിട്ടുള്ള രമേശ് ചെന്നിത്തല അതിരൂക്ഷമായ ഭാഷയിൽ അതേ വിമർശിച്ചു. അദ്ദേഹം പറയുന്നത് 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി 10ാം ക്ലാസ്സിലേക്ക് ജയിച്ചു എന്നറിയാതെ എങ്ങനെയാണ് പുസ്തകം കൊടുക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു സംശയം. മാത്രമല്ല, പണ്ട് എഴുത്തോലയിൽ എഴുതി പഠിച്ചിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. ഇത് വലിയ കാര്യമാണോ എന്നുള്ള ചോദ്യം രമേശ് ചെന്നിത്തലയെ പോലെ ഒരാൾ ചോദിച്ചു. അതിന് രൂക്ഷമായ ഭാഷയിലാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയും മുഖ്യമന്ത്രി പിണറായി വിജയനും വിമർശിച്ചത്. ഇതിനൊക്കെ എന്ത് മറുപടി പറയണം എന്ന് ചോദിച്ച പിണറായി വിജയൻ 2016 മുമ്പ് ഇങ്ങനൊരു സാഹചര്യത്തിന് അല്ലെങ്കിൽ അങ്ങനെ ഒരു കാലഘട്ടത്തിന് കാരണക്കാരനായ ഒരാൾ ആണ് ഇങ്ങനെ ചോദിക്കുന്നത് എന്ന് ചെന്നിത്തലയുടെ പേരെടുത്ത് പറയാതെ അദ്ദേഹം വിമർശിച്ചു. സമാനമായ രീതിയിലായിരുന്നു ഈ കുട്ടികൾക്ക് നേരത്തെ പുസ്തകം കൊടുക്കുന്നത് തെറ്റാണോ എന്ന ചോദ്യം ചോദിച്ചുകൊണ്ടാണ് ചെന്നിത്തലയ്ക്കെതിരായിട്ടുള്ള ഈ പറയുന്ന വി ശിവൻകുട്ടിയുടെ വിമർശനവും ഉണ്ടായത്. ശരി, VSN.